നമസ്കാരം. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ബംഗാളിലെ മാൽഡ ഗസ്റ്റ് ഹൌസിൽ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചു. ജില്ലാ കോൺഗ്രസ് നൽകിയ അപേക്ഷയാണ് തള്ളിയത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും അന്നേ ദിവസം എത്തുന്നുവെന്നാണ് വിശദീകരണം. ഈ മാസം 31-ന് ഉച്ചഭക്ഷണത്തിനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. അതിനിടെ സിലിഗുഡിയിൽ കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ തൃണമൂൽ നശിപ്പിച്ചെന്ന് ജയറാം രമേശ് ആരോപിച്ചു. വിവരങ്ങളുമായി ചേരുന്നത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായ മറ്റൊരു പാർട്ടി ഇപ്പോൾ സാങ്കേതികമായ കാരണങ്ങൾ, അതായത് മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെ വരുന്നത് കൊണ്ട് അന്നേ ദിവസം രാഹുൽ ഗാന്ധിക്ക് അനുമതി നൽകാനാവില്ല എന്ന് പറയുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പോസ്റ്ററുകൾ കീറിയെന്ന പരാതി ജയറാം രമേശ് മുതിർന്ന നേതാവ് ഉന്നയിക്കുന്നുണ്ട്. അസമിലെ ഒരു സാഹചര്യമല്ലല്ലോ ഇവിടെ. ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായ ഒരു പാർട്ടി അത്തരത്തിലൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണോ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഇപ്പോൾ നിലവിൽ ഈ ബീഹാറിലാണ് ഭാരത് ജോഡോ യാത്രയുടെ പര്യടനം. അത് നാളെ ബീഹാർ പര്യടനം പൂർത്തിയാക്കി വീണ്ടും ബംഗാളിലേക്കാണ് കടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മാൽഡയിലെ ഗസ്റ്റ് ഹൗസിൽ ഒരു ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ മുൻകൂട്ടി അപേക്ഷ നൽകിയത്. ആ അപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അവർ വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഒരു പരിപാടി അവിടെ ഉണ്ട് എന്നുള്ള ഒരു മമതാ ബാനർജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഈ അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. 31-നാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ഈ അനുമതി തേടിയത്. പൊതുവെ ഇപ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ബംഗാളിൽ കാണാൻ കഴിയുന്നത്. ഇതുവരെ ദേശീയ നേതാക്കൾ ആരും തന്നെ തൃണമൂലിനെതിരെയോ മമതയ്ക്ക് നേരെയോ ഒരു തരത്തിലുള്ള വിമർശനവും യാത്ര കടന്നുപോയ സമയങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ജയറാം രമേശ് തന്നെ ആരോപണവുമായി രംഗത്ത് വരികയാണ്. ഈ സിലിഗുഡിയിലെ പോസ്റ്ററുകൾ അടക്കം നശിപ്പിച്ചത് തൃണമൂലിൻ്റെ പ്രവർത്തകരാണ്. ഈ യാത്രയ്ക്ക് ലഭിക്കുന്ന ജനപിന്തുണ അത് വല്ലാതെ ഈ തൃണമൂൽ കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നു എന്നും ജയറാം രമേശ് വിമർശിക്കുകയുണ്ടായി. മമത ഈ യാത്ര തടയാൻ ശ്രമിക്കുന്നു എന്ന പേരെടുത്ത് ചൂണ്ടിക്കാട്ടി തന്നെ ജയറാം രമേശ് വിമർശനം ഉന്നയിച്ചു. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ മല്ലികാർജ്ജുന ഖാർഗെ അടക്കം മമതയുമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. അത് ഈ യാത്രയുടെ ഭാഗമായി എത്തണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വച്ചത്. പക്ഷേ അതിൽ പൂർണ്ണമായും കോൺഗ്രസിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഈ യാത്രയിൽ ഒരു ഐക്യ സന്ദേശം നൽകുന്നതിന് വേണ്ടി മമതാ ബാനർജിയുടെ ഒരു സാന്നിധ്യം അത് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബീഹാറിൽ അത് പരാജയപ്പെട്ടു. കാരണം അവിടെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞു. നിതീഷ് കുമാർ NDA പാളയത്തിലേക്ക് കടന്നു. നേരെ മറിച്ച് പശ്ചിമ ബംഗാളിൽ മമതയെ റാലിയിൽ പങ്കെടുപ്പിക്കുവാനും കഴിഞ്ഞില്ല. പൊതുവെ ഈ സംസ്ഥാന ഘടകങ്ങൾ തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ദേശീയ തലത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ മമത അവകാശപ്പെടുമ്പോഴും സംസ്ഥാനത്ത് കോൺഗ്രസും തൃണമൂലും ശത്രുക്കളെ പോലെയാണ് പോരാടുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ ആണ് പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നത്. അപ്പോൾ തന്നെയാണ് ഈ ബീഹാറിൽ മഹാഗഠബന്ധൻ തകർന്ന് തരിപ്പണമാകുന്നു. അവിടെയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തുലാസിൽ നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതല്ല കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ. പക്ഷേ ഇപ്പോൾ അതും തലപൊക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തന്നെയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, കാരണം പൊതുവെ ഒരു ഐക്യ സന്ദേശം നൽകാൻ ഇപ്പോൾ ഈ യാത്ര കൊണ്ടോ അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിക്കോ കഴിയുന്നില്ല. കാരണം ഈ ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം വഹിച്ച ഒരാളാണ് ഇന്നലെ NDAയുടെ ഒപ്പം ചേക്കേറിയത്. കാരണം നിതീഷ് കുമാർ തുടക്കം മുതലേ ഇതിനെല്ലാ തരത്തിലും ഇനിഷ്യേറ്റ് എടുത്ത് മുൻപിൽ നിന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാടെ ഇപ്പോൾ NDAയ്ക്കൊപ്പമാണ്. എന്നാൽ പശ്ചിമ ബംഗാളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ തൃണമൂൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമാകുവാൻ കഴിയുന്നില്ല. കാരണം അവിടുത്തെ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി പലതരത്തിലുള്ള വിമർശനങ്ങളാണ് തൃണമൂലിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അസമിലെ സാഹചര്യമാണ് യാത്രയ്ക്ക് പശ്ചിമ ബംഗാളിലും നേരിടുന്നത് എന്നായിരുന്നു അധിർ രഞ്ജൻ ചൗധരി ഉന്നയിച്ച വിമർശനം. അപ്പോൾ അത്തരം വിമർശനങ്ങൾക്കിടയിൽ തന്നെ മമതാ ബാനർജി കൃത്യമായി ഖാർഗെയെ അറിയിക്കുകയുണ്ടായി. താൻ ഈ റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് തൻ്റെ പാർട്ടിക്കുള്ളിൽ പല പ്രതിസന്ധികൾ ഉടലെടുക്കുന്നതിന് കാരണമാകും. കാരണം തൃണമൂലിലെ പല പ്രവർത്തകരും കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തിൻ്റെ പല അഭിപ്രായങ്ങളോട് കൃത്യമായ എതിർ അഭിപ്രായമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട്
താൻ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കില്ല എന്ന് മമത അറിയിച്ചു. ആ അനുനയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ വിമർശനങ്ങൾ തൃണമൂലിനെതിരെയും ഉന്നയിക്കുവാൻ ദേശീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ്. കാരണം മറ്റ് ദേശങ്ങളെ പോലെയല്ല, അല്ലെങ്കിൽ മറ്റു നാടുകളെ പോലെയല്ല പശ്ചിമ ബംഗാൾ എന്ന് രാഹുൽ ഗാന്ധി ഈ യാത്രയുടെ ഭാഗമായി ഒരു പശ്ചിമ ബംഗാളിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. ജയറാം രമേശ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പുറമെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഗസ്റ്റ് ഹൗസ് മാൾഡ ഗസ്റ്റ് ഹൗസിലെ ഉച്ചഭക്ഷണ അനുമതി നിഷേധിച്ചു. അപ്പോൾ അത്തരമൊരു പ്രത്യക്ഷ പോരാട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയാണ്. എന്തായാലും ഈ ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ NDA പ്രവേശനവും ഒപ്പം പശ്ചിമ ബംഗാളിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യവും ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ഈ ഇന്ത്യ സഖ്യത്തെ തന്നെയായിരിക്കും. കൃഷ്ണ. ശരി, ഭാരത് ജോഡോ ന്യായയാത്രയോടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മനോഭാവം, പശ്ചിമ ബംഗാളിൽ എടുത്തിട്ടുള്ള വിവിധ നടപടികൾ, ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചത് ഡൽഹിയിൽ നിന്ന് അച്യുതനാണ്. ഒരു വാർത്ത വരുന്നുണ്ട്. പേരാമംഗലം മനപ്പടിയിൽ ഇരുമ്പ് വിൽപ്പനശാലയിൽ തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മെട്രോ സ്റ്റീൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൽ ഇന്ന് രാവിലെ ഒഡീഷ സ്വദേശിയായ 35 വയസ്സുള്ള ദേവരാജ് മജി എന്നയാളെയാണ് കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി സ്ഥാപനം അടച്ചു പോകുമ്പോൾ ഇവിടെ തൊഴിലാളികൾ ആരും ഇല്ലായിരുന്നു എന്നാണ് മറ്റു തൊഴിലാളികൾ പറയുന്നത്. ഞായർ അവധിക്ക് ശേഷം ഇന്ന് രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയ തൊഴിലാളികളാണ് സംഭവം കാണുന്നത്. ചിലപ്പോഴൊക്കെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. എന്തായാലും പേരാമംഗലം പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കൽക്കരി ഖനന കേസിൽ ഹേമന്ത് സോറിനെ ചോദ്യം ചെയ്യാനാകാതെ ED. ചോദ്യം ചെയ്യാനായി ഹേമന്ത് സോറിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയപ്പോഴേക്കും സോറൻ വസതിയിൽ നിന്നും പോയി എന്നാണ് ED വൃത്തങ്ങൾ അറിയിച്ചത്. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED സമൻസ് അയച്ചിരുന്നു. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ ഹേമന്ത് സോറിന്റെ നീക്കം എന്താണ്? വിവരങ്ങൾ. ക്രിസ്റ്റിന, ഈ ഖനന അഴിമതി കേസുമായി ഹേമന്ത് സോറിന് പിന്നാലെ തന്നെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ. നേരത്തെ 8 സമൻസുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നത്. പക്ഷേ ആ 8 സമൻസുകളും അദ്ദേഹം അവഗണിച്ചിരുന്നു. ഒടുവിൽ ഈ കഴിഞ്ഞ 20 ഈ മാസം 20-ാം തീയതി അദ്ദേഹത്തിന്റെ വസതിയിൽ ED സംഘം എത്തി ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. അതിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാകാത്തത് കൊണ്ടാണ്, ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി 9-ാമതും ED ഈ കേസുമായി ബന്ധപ്പെട്ട ഹേമന്ത് സോറിന് സമൻസ് നൽകി. അതിൽ ചൂണ്ടിക്കാട്ടിയത് 29-നും 31-നും ഇടയിൽ ഹാജരാകണമെന്നായിരുന്നു. പക്ഷേ ഇതുവരെയും അതിൽ ഔദ്യോഗികമായിട്ട് ഒരു റിപ്ലൈ ഒരു മറുപടി ഹേമന്ത് സോറിന്റെ ഭാഗത്തുനിന്ന് EDക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൃത്യമായി ഹേമന്ത് സോറിനെ പിന്തുടർന്നുകൊണ്ട് ED സംഘം ഡൽഹിയിലെത്തുന്നത്. കാരണം ചില ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഹേമന്ത് സോറൻ ഡൽഹിയിലുണ്ടായിരുന്നു. EDയുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്നലെ രാത്രി വരെ അദ്ദേഹം ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ED സംഘം എത്തിയപ്പോൾ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിലില്ല. അദ്ദേഹം എവിടെയാണെന്നുള്ളത് കൃത്യമായി ട്രേസ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെത്തുവാൻ കൂടി EDക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി വരെ അദ്ദേഹം ഇവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതായി തന്നെയാണ് ED വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ എവിടെയാണെന്നുള്ളതിനെ പറ്റി EDക്ക് ഒരു ധാരണയുമില്ല. എന്തായാലും നടപടികൾ കടുപ്പിക്കുകയാണ്. ഇത്തവണ ഇതിനൊരു കൃത്യമായ മറുപടി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതും ED സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ED കടന്നേക്കും. ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവിന് ഇതുപോലെ സമൻസ് നൽകിയിരുന്നു. അദ്ദേഹവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാജരായിട്ടില്ല. നിരവധി ഇടങ്ങളിൽ ഇദ്ദേഹവുമായി ബന്ധമുള്ള ഈ കേസുമായി ബന്ധമുള്ളവരുടെ നിരവധി വസതികളിൽ റെയ്ഡ് നടത്തി. ഏതാണ്ട് 50 കോടിയിലധികം വരുന്ന രൂപയാണ് കണ്ടുകെട്ടിയിട്ടുള്ളത് ED. അങ്ങനെ നടപടികൾ ഇതിൻ്റെ ഭാഗമായി പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഹേമന്ത് സോറിനെ പിടികൂടുവാൻ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിനായിട്ട് ED സംഘം അദ്ദേഹത്തിന് പുറകെ ഇപ്പോൾ ഡൽഹി വരെ എത്തിയിരിക്കുന്നത്. ശരി, ഖനന അഴിമതി കേസിൽ ഹേമന്ത് സോറിനെ ചോദ്യം ചെയ്യാൻ EDക്കായില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു അച്യുതൻ ഡൽഹിയിൽ നിന്ന്. ബീഹാറിൽ ബജറ്റ് സമ്മേളനം മാറ്റിവെച്ചു. ഫെബ്രുവരി 5-നായിരുന്നു ബജറ്റ് സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ മന്ത്രിസഭ വികസനത്തിന് ശേഷം ബജറ്റ് സമ്മേളനം ഉണ്ടാകും. മന്ത്രിസഭാ വികസനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും. അത് പൂർത്തിയായത് ശേഷം ബജറ്റ് സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിക്കും എന്നാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത. ഇനി കോട്ടയത്ത് നിന്നുള്ള ഒരു കൗതുകമായ വാർത്തയുണ്ട്. UDF ഒരു ചുവരെഴുതുന്നു. ആ ചുവരെഴുത്ത് ഒരു തർക്കമുണ്ടായതിനെ തുടർന്ന് മാറ്റുന്നു. അതിനുശേഷം ചുവര് മാറിപ്പോയതാണെന്ന വിശദീകരണം LDFന് UDF നൽകുന്നു.
മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 27-ന് 15 സംസ്ഥാനങ്ങളിലെ 56 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വി മുരളീധരൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ കാലാവധി ഉടൻ പൂർത്തിയാകും. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, കോൺഗ്രസ് സോണിയാഗാന്ധിയെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, രാജ്യസഭയിലേക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കാനാകും എന്ന പ്രതീക്ഷയിലിരിക്കുന്നു. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരുടെ രാജ്യസഭാ കാലാവധിയും പൂർത്തിയാകുമ്പോഴാണല്ലോ ഈ 15 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. തീർച്ചയായിട്ടും ആണ് ക്രിസ്റ്റീന, വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്. ഏതാണ്ട് 56 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്ക് ആ മണ്ഡലങ്ങളുടെ പട്ടികയൊന്ന് പരിശോധിക്കാം. ആന്ധ്രാപ്രദേശിന്റെ 3 സീറ്റുകളിലേക്കാണ് ഈ മത്സരം നടക്കുന്നത്. ബീഹാറിൽ 6 സീറ്റുകളിൽ ഒഴിവ് വരുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ 1, ഗുജറാത്തിൽ 4, ഹരിയാനയിൽ 1, ഹിമാചൽ പ്രദേശിൽ 1, കർണാടകയിൽ 1, കർണാടകയിൽ 4, മധ്യപ്രദേശിൽ 5, മഹാരാഷ്ട്രയിൽ 6, തെലങ്കാനയിൽ 3, ഉത്തർപ്രദേശിൽ 10, ഉത്തരാഖണ്ഡിൽ 1, വെസ്റ്റ് ബംഗാളിൽ 5, ഒഡീഷയിൽ 3, രാജസ്ഥാനിൽ 3. ഇങ്ങനെയാണ് ഈ ഒഴിവ് വരുന്നത്. ഇതിൽ നോക്കുമ്പോൾ ഈ 56 സീറ്റുകളിൽ ഏതാണ്ട് ഭൂരിപക്ഷത്തിലധികവും BJPക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ നേടുക എന്നൊരു തന്ത്രത്തിലായിരിക്കും BJP അവരുടെ നിലപാട് ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഈ മറ്റ് പാർട്ടികൾ ജയിക്കേണ്ട സീറ്റുകളിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ചെടുക്കാനായിട്ട് BJP കാട്ടുന്ന കൗശലം, അത് ഒരുപക്ഷെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചേക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വി മുരളീധരൻ നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംഗമാണ്. അദ്ദേഹത്തിന്റെ കാലാവധിയും അവസാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അടുത്ത ടേം നൽകുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മുൻപ് അൽഫോൺസ് കണ്ണന്താനത്തിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കേന്ദ്രമന്ത്രി ആയിരുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ടേം പിന്നീട് നീട്ടി നൽകിയിരുന്നില്ല. അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നു. ഏതായാലും ഇക്കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ്. ഇന്ന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. സമാനമായിട്ട് കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണയുണ്ടാകും. 27-ാം തീയതി ആയിരിക്കും വോട്ടെടുപ്പും അതിന് പിന്നാലെ ഫലമറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന, ശരി. 27-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. 15 സംസ്ഥാനങ്ങളെ 56 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വിവരങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്. പ്രതിപക്ഷ ബഹിഷ്കരണത്തോടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടല്ലെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നും KN ബാലഗോപാൽ. ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നുവരുന്നുണ്ടെന്നാണ്. സാർ, ഇത്രയും വിവാദം ഉണ്ടാക്കിയ പത്രം സാർ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ് സാർ. എന്നിട്ട് സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷം ജോസഫിന്റെ ആത്മഹത്യയിൽ ധനമന്ത്രിയുടെ വാദങ്ങൾ തള്ളി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ധനമന്ത്രി സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ധൂർത്തും ആർഭാടവുമാണ് സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നിരയിൽ PC വിഷ്ണുനാഥാണ് സഭയിൽ വിഷയമുന്നയിച്ചത്. നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അതാകണം സാർ. ഇത് 50 ലക്ഷം പേര് ബാധിക്കുന്ന വിഷയമാണ്. 50 ലക്ഷം പേര് സാർ. ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ കൊടുത്തേ മതിയാവൂ. ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഇത് കൊടുക്കും എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. സാർ, 50 രൂപ വേണം അദ്ദേഹത്തിന് മുതുകാട് കവലയിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും. ആ സാഹചര്യത്തിൽ ഈ കുടിശ്ശിക ലഭിക്കുന്ന പണം പോലും ജീവിത ചെലവിന് തികയില്ല. ആ കുടിശ്ശിക പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, ഈ നോട്ടീസ് കൊടുത്തല്ല സാർ, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു മരുന്നിന്റെ ബോക്സിന്റെ പുറത്ത് ഈ പണം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഇതിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ ഈ ആത്മഹത്യക്ക് പിന്നെ സർക്കാരല്ലാതെ
കേരള സർക്കാരല്ലാതെ തമിഴ്നാട് സർക്കാർ പ്രതിയാകുമോ സർ? വിവരങ്ങളുമായി MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. പ്രതീഷ്, ബജറ്റ് വരാനിരിക്കുന്നു. ക്ഷേമ പെൻഷൻ തുക ഉയർത്തിയെന്ന പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ധനമന്ത്രിയും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. എങ്ങനെയാണ് ഈ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത്? ക്രിസ്റ്റീന, നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ ബഹളത്തോടെയാണ് സഭ ആരംഭിച്ചത്. ഭരണപക്ഷത്തിനെതിരെ, സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ, കടന്നാക്രമണങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിഷയമായിരുന്നു അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത്. ഈ ക്ഷേമ പെൻഷൻ പലർക്കും കിട്ടാനില്ല, മാസങ്ങളായി കുടിശ്ശിക നിലനിൽക്കുന്നു, സാധാരണക്കാർ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ സർക്കാർ ധൂർത്ത് നടത്തുന്നു. ഇതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആരോപണം. മാത്രമല്ല, ഈ ആത്മഹത്യ ചെയ്ത ജോസഫിന്റെ മരണമടക്കം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നു. പക്ഷേ ഈ പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് സർക്കാരും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം നിയമസഭയിൽ സ്വീകരിച്ചത്. കാരണം ഈ ജോസഫിന്റെ ആത്മഹത്യക്ക് കാരണം ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതല്ല എന്നുള്ള ഒരു മറുപടിയാണ് ധനമന്ത്രി പ്രധാനമായും നിയമസഭയിൽ നൽകിയത്. പക്ഷേ ഈ മറുപടിക്ക് പിന്നാലെ സഭയിൽ വലിയ പ്രതിഷേധമുണ്ടായി. ജോസഫിന്റെ മരണത്തെ പോലും സർക്കാരും മന്ത്രിയും അവഹേളിച്ചു എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. ഒപ്പം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒപ്പം കേരളീയം പരിപാടിയിൽ വലിയ ധൂർത്ത് നടന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളും പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നു. മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നതാണ് സർക്കാർ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ബദലായി ഉന്നയിച്ച വാദങ്ങൾ. പക്ഷേ ഈ വാദങ്ങൾ പ്രതിപക്ഷം തള്ളി. 3 മാസത്തെ കുടിശ്ശിക മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുക്കാനുണ്ടായിരുന്നത്. അത് സാങ്കേതികപരമായി മാത്രം കൊടുക്കാൻ കഴിയാതിരുന്നതാണ്. പക്ഷേ സർക്കാർ അല്ലെങ്കിൽ ധനമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിനെതിരെ അവകാശ ലംഘനത്തിനടക്കം നോട്ടീസ് നൽകുന്ന കാര്യവും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധത്തിലേക്കും പോരാട്ടങ്ങളിലേക്കും പോകുമെന്ന ഒരു സൂചന തന്നെയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ അതേ നിലയിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുക എന്നുള്ള സമീപനം എന്ന നിലപാട് തന്നെയാണ് സർക്കാരും മന്ത്രിമാരും നിയമസഭയിൽ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 15 വരെ ആയിരിക്കും നിയമസഭാ സമ്മേളനം ഉണ്ടാകുന്നത്. പ്രതിപക്ഷത്തിന്റെ കൂടി അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഈ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 5 ബഡ്ജറ്റ് നടക്കും. പിന്നീട് 15 വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കിക്കൊണ്ടായിരിക്കും നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നത്. പക്ഷേ ഈ സമ്മേളന കാലത്തൊക്കെ തന്നെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്ക് നിയമസഭ വേദിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്. സഭയിലെ സംഭവ വികാസങ്ങൾ, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നടന്ന ആരോപണ പ്രത്യാരോപണങ്ങളാണ് പ്രതീഷ് വിവരിച്ചത്. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി 17ാം തവണയും നീട്ടിയെന്ന വാർത്ത വരുന്നുണ്ട്. ED അറസ്റ്റ് ചെയ്ത അവസ്ഥയിലാണ് ഇപ്പോൾ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി. ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. മറ്റൊന്ന്, ഏറ്റവും അധികം വിദ്യാർത്ഥി രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നിരോധിക്കണമെന്ന ഒരു ഹർജി N പ്രകാശാണ് ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഈ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുന്നു. മാത്രവുമല്ല, വിദ്യാർത്ഥി സംഘടനകൾക്ക് അടിയന്തരമായി നോട്ടീസ് അയക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അക്രമങ്ങൾ നിയന്ത്രിക്കാനാവില്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് നിരോധനം ഏർപ്പെടുത്തണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ബജറ്റ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്പോര്. KPCCയുടെ ജാഥ നടക്കുന്നതുകൊണ്ട് സർക്കാർ സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അറിയിച്ചതിന് പിന്നാലെയാണ് തർക്കം. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ തരുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഫെബ്രുവരി 2 ബജറ്റ് മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയെങ്കിലും സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 15 സമ്മേളനം അവസാനിക്കും. ബജറ്റ് ഫെബ്രുവരി 5 തന്നെ നടക്കും. 12 മുതൽ 15 വരെയാണ് ബജറ്റ് ചർച്ച. വിവരങ്ങളുമായി ചേരുന്നത് സലീം മാലിക്കാണ്. സലീം, ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റ് 5 2 മാറ്റണം. KPCCയുടെ ജാഥ നടക്കുന്നുണ്ട്. സഹകരണം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി നിങ്ങൾ വലിയ സഹകരണമാണല്ലോ നൽകുന്നതെന്ന മറുപടി നൽകുന്നു. എന്തായാലും ബജറ്റ് മാറ്റുന്നില്ല എന്ന് തന്നെയല്ലേ തീരുമാനം? അതേസമയം ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിയിട്ടുമുണ്ട്.
ക്രിസ്റ്റീന, അതിരൂക്ഷമായ വാക്കുതർക്കമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നിയമസഭാ കാര്യോപദേശക സമിതി യോഗത്തിൽ ഉണ്ടായത്. ഈ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കാര്യോപദേശക സമിതി ചേർന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബജറ്റ് സമ്മേളനം അനന്തമായി നീണ്ടാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് ബുദ്ധിമുട്ടിലാവും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ഈ ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ രണ്ട് ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ കാര്യോപദേശക സമിതി ചേരുകയും ചർച്ചയിലേക്ക് പോവുകയും ചെയ്തു. അതിനിടയിൽ പ്രതിപക്ഷമാണ് 5-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്ന ബജറ്റ് അവതരണം അത് 2-ാം തീയതിയിലേക്ക് മാറ്റണമെന്ന് ഒരു ആവശ്യം ഉന്നയിച്ചത്. ആ ആവശ്യത്തിന് കാരണം 9-ാം തീയതി മുതലാണ് KPCCയുടെ സമരാഗ്നി എന്ന പ്രതിഷേധ പരിപാടി നടക്കുന്നത്. കേരള സർക്കാരുകൾക്കെതിരായ ജാഥയാണ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ 9-ാം തീയതിയെങ്കിലും നിയമസഭ സമ്മേളനം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനം 2-ലേക്കാക്കി. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടത്തണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല UDFന്റെ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയുണ്ട്, അതിന് സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി നിങ്ങൾ വലിയ സഹകരണമാണല്ലോ, അതുകൊണ്ട് അത്തരത്തിലുള്ള വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടെ പ്രതിപക്ഷ നേതാവും ശുഭിതനായാണ് തിരിച്ച് മറുപടി പറഞ്ഞത്. അത്തരത്തിലുള്ള വർത്തമാനം ഇങ്ങോട്ടും വേണ്ട, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ ശേഷം പ്രതിപക്ഷം ഇതിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. അതേസമയം ഈ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ മാർച്ച് 20 വരെ നിശ്ചയിച്ചിരുന്ന സമ്മേളനം ഫെബ്രുവരി 15 വരെയാക്കി ചുരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 15-ന്, അതായത് 12, 13, 14, 15 ദിവസങ്ങളിൽ ബജറ്റിന്മേലുള്ള ചർച്ച, 5-ന് ബജറ്റ്, അതിനുശേഷം 20-ന് വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കിയ ശേഷം ഈ സഭ പിരിയും എന്നുള്ളതാണ് നിലവിലെ പ്ലാൻ. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോഴും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വാക്പോര് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ സഭ വെട്ടിച്ചുരുക്കിയത് കൊണ്ട് തന്നെ വിവിധ വിഷയങ്ങൾ ഇനിയുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയും ഇനിയും സഭയിൽ അരങ്ങേറുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകിയത് സലീം മാലിക്കാണ്. ഇപ്പോൾ വരുന്ന വാർത്ത, ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നുവെന്നാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇതിനായിട്ട് കരട് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി, 5-അംഗ എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയമിക്കും. ഫെബ്രുവരി 2-ന് ഇതുമായി ബന്ധപ്പെട്ട യോഗം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഘട്ടങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിന്റെ ചുമതല. അവർ പ്രതിജ്ഞ ചെയ്തതുപോലെ തന്നെ സർക്കാർ യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡിലേക്ക് പോവുകയാണെന്ന വാർത്തയാണിപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നത്. പീഡനക്കേസിൽ മുൻ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് PG മനുവിന് തിരിച്ചടി. 10 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെടില്ല. 2018-ൽ രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിലെ അതിജീവിതയെ നിയമസഹായം വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അഡ്വക്കേറ്റ് PG മനുവിന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വിഷയത്തിൽ പറഞ്ഞത്? PG മനു സുപ്രീം കോടതിയിൽ വ്യക്തമാക്കാനായിട്ട് ശ്രമിച്ചത് തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ പരാതി അത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ തൊഴിൽ പരമായിട്ടുള്ള സാധ്യതകളെ ഇല്ലാതാക്കി മാറ്റുക, തന്നെ അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക, ഇതാണ് ഈ പരാതിയുടെ പിന്നിലെ ലക്ഷ്യം. ഈ പരാതിക്കാരി അഥവാ അതിജീവിത തന്നെ സമീപിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ അവർക്ക് വേണ്ട നിയമസഹായം താൻ നൽകാം എന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപമര്യാദയായി അവരോട് പെരുമാറിയിട്ടില്ല എന്നാണ് വാദിച്ചത്. തികച്ചും ഏകപക്ഷീയമായിട്ടാണ് ഈ ഇപ്പോൾ നടക്കുന്ന ഈ പരാതി അടക്കം ഉള്ളവ നിലവിൽ വന്നത് എന്നതുൾപ്പെടെ മനു വാദിച്ചു. പക്ഷേ അത് സുപ്രീം കോടതി മുഖവിലക്കെടുത്തില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് അത് കേരള ഹൈക്കോടതി ആശ്രയിച്ചത് അതിനെ തള്ളിക്കളയാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതിൽ പറഞ്ഞിരിക്കുന്നത് അതീവ ക്രൂരം എന്ന രീതിയിലാണ് അതിൽ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം തീർത്തും മനു പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അന്വേഷണത്തോട് സഹകരിക്കൂ താങ്കൾ എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. 10 ദിവസത്തിനകം മനു ഹാജരാകണം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ഈ നടപടിക്രമങ്ങളെ വൈകിക്കാൻ ഉള്ള ശ്രമം മനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയും സുപ്രീം കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 10 ദിവസത്തിനകം ഹാജരാകാനുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇപ്പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ശരി.
അഡ്വക്കേറ്റ് PG മനുവിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ. കൂടുതൽ വാർത്തകളിലേക്ക്. ബീഹാറിൽ അടുത്ത മാസം 5-ന് നിശ്ചയിച്ചിരുന്ന ബജറ്റ് സമ്മേളനം മാറ്റിവെച്ചു. മന്ത്രിസഭാ വികസനം പൂർത്തിയായ ശേഷം ബജറ്റ് സമ്മേളനത്തിന്റെ തീയതി തീരുമാനിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ 4-ന് അജണ്ടയ്ക്ക് അംഗീകാരം നൽകി. മന്ത്രിസഭാ വികസനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും. ബീഹാറിന്റെ വികസനമാണ് NDA സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉപമുഖ്യമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ സമ്രാട് ചൌധരി 24-നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ 40 സീറ്റും വിജയിക്കുമെന്നും സമ്രാട് ചൌധരി പറഞ്ഞു. बिहार के विकास को आगे बढ़ाना। चलिए और कैसे हैं? ठीक है, हट जाओ दोस्त, चलो चलो, एकदम 40 की 40 सीट जीतूंगा। വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വളരെ അപൂർവമായ ഒരു കാഴ്ചയ്ക്കാണ് ബീഹാർ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസം. അതായത് മുഖ്യമന്ത്രി രാജിവെക്കുന്നു, മറുസഖ്യത്തിലേക്ക് ചാടുന്നു. അത് 9ാം തവണത്തെ ചാട്ടമാണ്. അതിനുശേഷം പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നു. ഇനി ആ മന്ത്രിസഭാ വികസനമുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനം മാറ്റിവെക്കുന്നു. ഒരു 4-ന് അജണ്ടയ്ക്ക് രൂപം നൽകിയിട്ടുമുണ്ടല്ലോ. ക്രിസ്റ്റീന, ഞാനിപ്പോഴുള്ളത് പട്നയിലെ BJP ആസ്ഥാനത്താണ്. ഇവിടെ നമുക്ക് കാണാം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ ആൾക്കൂട്ടം തന്നെ പട്നയിലെ BJP ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ ആഘോഷ പരിപാടികളാണ് ഇന്നലെ മുതൽ ഇവിടെ നടക്കുന്നത്. പട്നയിലെ ഈ പാർട്ടി ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഭരണം കൈയാളുന്നത് ഒരു റോഡിന് സമീപം അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന 3 ഓഫീസുകൾ തമ്മിലാണ് എന്നുള്ളതാണ്. ഈ BJP ആസ്ഥാനത്തിന് ഏതാണ്ട് 200 മീറ്റർ അകലെയാണ് RJDയുടെ ആസ്ഥാനം. ഇതിന് എതിർവശത്തായാണ് JDUവിന്റെ ആസ്ഥാനം. ഈ സഖ്യങ്ങൾ JDU ഈ 2 പാർട്ടികളും തമ്മിലുള്ള സഖ്യങ്ങൾ മാറി മാറി പരീക്ഷിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ബീഹാർ രാഷ്ട്രീയം കണ്ടത്. ഇന്ന് NDA മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേർന്നു. നേരത്തെ ഫെബ്രുവരി 5-ന് നിശ്ചയിച്ചിരുന്ന ബജറ്റ് സമ്മേളനം മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടിയാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ഈ ആഴ്ച തന്നെ മന്ത്രിസഭ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മന്ത്രിസഭാ വിപുലീകരണം പൂർത്തിയാക്കും എന്നാണ് JDUവും BJP കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. കാരണം നിലവിൽ 8 മന്ത്രിമാരാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കൂടാതെ ഈ സർക്കാരിൽ ഉള്ളത്. 35 മന്ത്രിമാർ ആണ് ബീഹാർ മന്ത്രിസഭയിൽ സാധാരണ ഉണ്ടാകുക പതിവുള്ളത്. ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമായും OBC വിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകുന്ന തരത്തിലുള്ള ഒരു രൂപീകരണമായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാകും ഈ സർക്കാർ രൂപീകരണം എന്ന് BJP വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഉള്ള 9 മന്ത്രിമാരിൽ തന്നെ OBC വിഭാഗത്തിന് മുൻഗണന നൽകുന്ന തരത്തിലാണ്. കൂടാതെ സംസ്ഥാനത്തിന്റെ പ്രാദേശിക വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 4-ന് അജണ്ട പാസാക്കിയിരിക്കുകയാണ് മന്ത്രിസഭ. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യമായി BJPയും JDUവും കാണുന്നത്. അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ അപൂർവമായ തരത്തിൽ ഒരു സഖ്യ രൂപീകരണം വീണ്ടും സാധ്യമായിരിക്കുന്നതും. എന്നാൽ അതിന്റെ സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാകുക. പ്രാഥമികമായ ഒരു ധാരണ 2 പാർട്ടികളും തമ്മിൽ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ സർക്കാർ മാറി ഇതിന്റെ ഭാഗമായുള്ള അടുത്ത നീക്കം എന്ന നിലയിൽ നിലവിലുള്ള സ്പീക്കർ അവധ് ബിഹാരി ചൗധരിക്ക് എതിരായി അവിശ്വാസ പ്രമേയത്തിനായി നോട്ടീസ് നൽകിയിരിക്കുന്നു. 10-ലേറെ അംഗങ്ങൾ ഇതിനകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടുത്ത സമ്മേളന അടക്കമുള്ള കാര്യങ്ങൾ, തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ബീഹാർ രാഷ്ട്രീയം. ക്രിസ്റ്റീന. ശരി, പട്നയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. റെയിൽവേ ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെ ED ചോദ്യം ചെയ്യുന്നു. പട്നയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. മകൾ മിസ ഭാരതിയും ED ഓഫീസിലെത്തി. RJD പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ ED ഓഫീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. വീണ്ടും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ലാലു പ്രസാദ് യാദവ് പണ്ട് കാലിത്തീറ്റ കുംഭകോണത്തിന്റെ ഭാഗമായൊക്കെ ജയിലിൽ കിടന്നതാണ്. വീണ്ടും ഒരു അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. മകൾ മിസ ഭാരതിയും അവിടെയുണ്ട്. എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? RJD ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്?
ക്രിസ്റ്റീന, നിരവധി അഴിമതി കേസുകൾ നേരിടുന്ന ഒരു നേതാവാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം നേരത്തെ ഈ കാലിത്തീറ്റ കുംഭകോണം അടക്കമുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് റെയിൽവേയിലെ ഡി ക്ലാസ് വിഭാഗത്തിലുള്ള ജോലിക്ക് പകരമായി ഭൂമി എഴുതി വാങ്ങി എന്ന അഴിമതി ആരോപണത്തിലാണ്. ഈ കേസിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, മകൻ തേജസ് യാദവ്, മകൾ മിസ ഭാരതി അടക്കമുള്ളവർ, ഭാര്യ റാബ്രി ദേവി ഉൾപ്പെടെ ഉള്ളവർ ഈ കേസിൽ അന്വേഷണം നേരിടുന്നുണ്ട്. നേരത്തെ മറ്റ് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിരുന്നു. തേജസ് യാദവിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ലാലു പ്രസാദ് യാദവ് ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട് പലതവണ ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിഞ്ഞ് മാറിയിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘം പട്നയിൽ എത്തിയാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് പട്നയിലെ ഇ ഡി ആസ്ഥാനത്ത് ലാലു പ്രസാദ് യാദവ് എത്തിയത്. മിസ ഭാരതിയും അദ്ദേഹത്തോടൊപ്പം എത്തിയിരുന്നു. എന്നാൽ മിസ ഈ ഇ ഡി ഓഫീസിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. തേജസ് യാദവിനെയും ചോദ്യം ചെയ്യലിനായി ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട് ഇതേ കേസിൽ. എന്നാൽ ഇന്ന് അദ്ദേഹം ഹാജരായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ മിസ ഭാരതിയുടെ ഡൽഹിയിലെ വസതിയിൽ റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്ക് ഈ ഇ ഡി പോയിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ്, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായി മുഴുവൻ നടക്കുന്ന ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നും അതിന്റെ ഭാഗമായാണ് ഈ ചോദ്യം ചെയ്യൽ എന്നുമുള്ള പ്രതികരണമാണ് RJDയുടെ രാജ്യസഭാ അംഗവും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ മിസ ഭാരതി പ്രതികരിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് പട്നയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്, മിസ ആക്ട് പ്രകാരം ജയിലിൽ കിടക്കുമ്പോഴുണ്ടായ മകളായതുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് മകൾക്ക്, ഏറ്റവും മൂത്ത മകൾക്ക്, 9 മക്കളിൽ മൂത്ത മകളായ മിസ ഭാരതിക്ക് മിസ എന്ന് പേര് നൽകിയതെന്ന ഒരു കൗതുകം കൂടിയുണ്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി ഉത്തരാഖണ്ഡ്. ഫെബ്രുവരി 2 സമിതി കരട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. ബില്ല് പാസ്സാക്കാൻ അടുത്ത മാസം 5 പ്രത്യേക സമ്മേളനം ചേരും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസ്സാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡിലേക്ക് പോകുന്നു. ഞങ്ങൾ നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്, അത് ഞങ്ങൾ പാലിക്കും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിന്റെ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണല്ലോ ഇപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുൻപിലുള്ള ഒരു ലക്ഷ്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനായി ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2022 മുതൽ ഇതിനായുള്ള നീക്കങ്ങൾ ഈ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതിനായി ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതി രഞ്ജന ദേശായിയുടെ, സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരിശോധനകളും നടത്തിയത്. ആ കരട് റിപ്പോർട്ട് ഫെബ്രുവരി 2 സർക്കാരിന് സമർപ്പിക്കും. സർക്കാർ അത് വിശദമായി പരിശോധിച്ച ശേഷം നിയമസഭാ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാനാണ് അതിൽ പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത്. ബില്ല് പാസ്സാക്കാൻ ഫെബ്രുവരി 5 ഒരു ഏകദിന സമ്മേളനം ഇതിനുവേണ്ടി മാത്രം വിളിച്ചു ചേർക്കുമെന്നുള്ളതാണ്. ആ സമ്മേളനത്തിൽ ബില്ല് മുന്നോട്ട് വയ്ക്കും. തുടർന്ന് ഈ ബില്ലിൽ മേലുള്ള ചർച്ചയും അത് കഴിഞ്ഞ് ഇത് പാസ്സാക്കുമെന്നുള്ള ഒരു ആഹ്വാനമാണ് പുഷ്കർ സിംഗ് ധാമി നടത്തിയിട്ടുള്ളത്. എന്തായാലും ഫെബ്രുവരി 5 ഈ ബില്ല് പാസ്സാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമാണ്. പല എതിർപ്പുകൾ പലയിടത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് ധാമി സർക്കാർ ഏക സിവിൽ കോഡ് എന്ന നീക്കത്തിലേക്ക് പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് അച്യുതൻ. കോട്ടയത്ത് ചുവരെഴുത്തിനെ ചൊല്ലി തർക്കം. UDF എഴുതിയ ചുവർ LDF മാറ്റി എഴുതി. തോമസ് ചാഴിക്കാടൻ MPയുടെ സഹോദരന്റെ പേരിലുള്ള സ്ഥലത്താണ് ജോസഫ് ഗ്രൂപ്പ് ചുമരെഴുതിയിരുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന്. ടോബി, കൗതുകകരമായ ഒരു കാര്യമാണ്, UDF ചുവരെഴുതുന്നു, അതിനുശേഷം അവസാനം ചുവര് മാറിപ്പോയി എന്ന് പറയുന്ന ഒരു വിശദീകരണം നൽകുന്നു. എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇന്നലെയാണ് ഈ സ്ഥാനാർത്ഥി തർക്കങ്ങൾ, ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച അത് കേരള കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായിട്ട് നടക്കുകയായിരുന്നു. നേതാക്കളൊക്കെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നു. അങ്ങനെ വലിയ ചർച്ചകളും തർക്കങ്ങളും നടക്കുന്നതിനിടയിലാണ് ഒരു വിഭാഗം
പ്രവർത്തകർ ഇവിടെ എത്തി ഈ മതിലിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നൊരു ചുവര് എഴുതിയത്. അതോടുകൂടി പ്രവർത്തനത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലേക്ക് കടന്നു UDF പ്രവർത്തകർ എന്നുള്ള ഒരു സ്വരം പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ആ എഴുതിയ ചുവര് അത് മറ്റൊരു അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള തോമസ് ചാഴിക്കാടന്റെ അനിയന്റെ സ്ഥലത്തെ ചുവരാണ് എഴുതിയത് എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ള കാര്യം. ഉടൻ തന്നെ ഇന്ന് LDF ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കളക്ടർക്ക് നൽകി. പിന്നാലെ ഇവിടെ എത്തി ചുവര് മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ UDF പ്രവർത്തകർ തന്നെ ഇവിടെ എത്തി ഈ ചുവര് മായ്ച്ചു. തുടർന്ന് ഇപ്പോൾ കോട്ടയത്തിന്റെ സുവർണ കാലഘട്ടം തുടരട്ടെ എന്നൊരു ചുവര് എഴുതിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് എഴുതിയിരിക്കുകയാണ്. എന്തായാലും രണ്ടു കൂട്ടരും പേര് ആരാണ് സ്ഥാനാർത്ഥി എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ അവകാശവാദങ്ങൾ, ഈ ചുവരിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ രണ്ടുപേരും ഉന്നയിച്ചു. അവസാനം ഇപ്പോൾ അത് LDFന്റെ ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ചുവര് മാറിപ്പോയതാണെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. എന്തായാലും അവർ മറ്റൊരു സ്ഥലത്ത് എഴുതാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള രസകരമായൊരു വിവാദം കൂടി കോട്ടയത്തുണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, എന്തായാലും ഈ സ്ഥാനാർത്ഥി തർക്കം തുടരുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ രമ്യമായി പരിഹരിച്ചു. ഇത് കണ്ടിട്ടൊരു ഡമ്മി എഴുത്താണെന്ന് തോന്നുന്നുണ്ടല്ലോ ടോബി. തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കൃത്യമായ എഴുത്ത് നടത്താം, പക്ഷേ ഞങ്ങളിത് ബുക്ക് ചെയ്ത് വെക്കുന്നു എന്ന രീതിയിലൊരു എഴുത്ത് അല്ലേ? തീർച്ചയായിട്ടും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുന്നണികൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് മുന്നണികൾക്കപ്പുറം രണ്ട് പാർട്ടികൾ തമ്മിലാണ്. അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഇവർ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള പോരാട്ടമായിരിക്കും കോട്ടയത്ത് നടക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ താഴെത്തട്ടിലുള്ള അണികൾക്ക് ഇത്രയധികം ആവേശം വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി തർക്കം ഒരു വശത്ത് നടക്കുമ്പോൾ പ്രവർത്തനത്തിൽ ആരാണ് മുന്നിലെന്ന് കാണിക്കാൻ ഇരു പാർട്ടികളുടെയും, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും ആളുകൾ തമ്മിലുള്ള ആ ഒരു പോരാട്ടം അത് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ചുവര് LDF സ്വന്തമാക്കിയിരിക്കുകയാണ്. LDFന്റേതാണെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. തെളിവടക്കം പുറത്തുവിടാൻ റെഡിയാണെന്നാണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് എന്തായാലും UDF മാറിയിട്ടുണ്ട്. ഇനി ആ ചുവരിന്റെ പേരിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക മാത്രമേ ഉള്ളൂ നിലവിൽ. അതുകൊണ്ട് തന്നെ ഈ ചുവരിനെ സംബന്ധിച്ച ചർച്ചകൾ ഇവിടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, എന്തായാലും ടോബിയും എല്ലാ ചുവരും ഒക്കെ കേന്ദ്രീകരിച്ചൊരു പരിശോധന കൂടെ നടത്തിക്കൊള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസനാണ്. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തൃശൂർ കുന്നംകുളത്ത് പോത്തിനെ കണ്ട് പറമ്പിൽ കെട്ടിയിട്ട ആന വിരണ്ടോടി. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. 1 കിലോമീറ്ററിലധികം ഓടിയ ആനയെ പാപ്പാന്മാർ തളച്ചു. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. അജീഷ്, ആനയെ കെട്ടിയിട്ട പറമ്പിൽ പോത്ത് എത്തുന്നു, ആന വിരണ്ടോടുന്നു. പക്ഷേ ഇത് പോത്താണ് ശല്യക്കാരൻ, ആന പാവമാണെന്നൊക്കെയുള്ള വിശദീകരണങ്ങളൊക്കെ വന്നിരുന്നല്ലോ അല്ലേ? അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ നാട്ടുകാർ പറയുന്നത്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ആ പ്രദേശത്ത് ഈ കുന്നംകുളം ആർത്താറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് വൈകിട്ട് ഒരു ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട്. ആ ഉത്സവത്തിലെ എഴുന്നള്ളപ്പിനായി എത്തിച്ചിരുന്ന ആനകളിൽ ഒന്നാണ് ഇത്. മീനാട് കേശു എന്നാണ് ഈ ആനയുടെ പേര്. മറ്റ് നിരവധി ആനകളെയും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി എഴുന്നള്ളിപ്പിനായി ഇവിടെ എത്തിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ പാപ്പാന്മാർ ഈ ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ നേരമാണ് ഒരു പോത്ത് ഈ ആനയ്ക്ക് മുന്നിലൂടെ ഓടിയെടുത്തത്. ഇത് കണ്ടാണ് ആന വിരണ്ടോടിയത്. ശാന്തനായ ആനയായിരുന്നു, ചെങ്ങലയ്ക്കൊന്നും ഇട്ടിരുന്നില്ല. അതാണ് ആന പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിയത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം അവിടുത്തെ കവുങ്ങും തോട്ടത്തിനിടയിലൂടെയും ആളുകളുടെ വീടുകളുടെ ഇടയിൽ ചെറിയ തകര ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഭാഗങ്ങൾ ആ ഭാഗത്തൂടെയൊക്കെ ഓടുകയുണ്ടായി. തകര ഷീറ്റൊക്കെ കൊണ്ട് ആനയുടെ ദേഹത്ത് മുറിവേൽക്കുകയും ചെയ്തു. ഈ ആന ഓടുന്നത് കണ്ട് ഈ ആനയെ കാണുവാനായി ഒരുപാട് ആളുകൾ, നാട്ടുകാർ ഇവിടെ കൂടിയിരുന്നു. ഈ ആളുകളും പിന്നീട് ഭയന്ന് ഓടുകയായിരുന്നു. പിന്നീട് ആന മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. 1 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ഈ പാപ്പാന്മാർക്ക് ആനയെ പിടിച്ചു കെട്ടാനായി. ആനയെ ഇപ്പോൾ വീണ്ടും ഈ പഴയ സ്ഥലത്ത് എത്തിച്ച് ഇപ്പോൾ ചങ്ങലയ്ക്ക് തളച്ചിരിക്കുകയാണ്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ശരി, തൃശൂർ കുന്നംകുളത്തു നിന്നുള്ള വാർത്തയാണ് അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്തത്. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പാക്കം കാരേരിക്കുന്ന് കോളനിയിലെ ശരത്തിനാണ് പരിക്കേറ്റത്. കടയിൽ നിന്ന് സാധനം വാങ്ങി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ശരത്ത് ആനയുടെ മുന്നിൽപ്പെട്ടത്. ഈ ആന നേരെ ഞങ്ങൾ ചെറിയൊരു ഒച്ചപ്പാടുണ്ടാക്കി. അപ്പം ആന ക്രോസ് ഇങ്ങനെ കടന്നിട്ട് അതിൻ്റെ ഇത് കുമ്പില്ലേ അതിലിങ്ങനെ തള്ളിയിട്ടിട്ട് അവനെ കൊണ്ട് പോയി അവിടെ നിന്ന് കൊള്ളുന്ന അപ്പുറം കൊണ്ടിട്ട്
എന്നിട്ട് ലാസ്റ്റ് കൊണ്ടിട്ടിട്ട് ലാസ്റ്റ് അനിയൻ എന്നോട് വന്ന് പറഞ്ഞു എടാ ഇങ്ങനെ സംഭവം. അപ്പോൾ ലാസ്റ്റ് ഞാൻ അനിയന് പോയി അവനെ പൊക്കിയെടുത്തിട്ട് വന്നു. അവനെ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിച്ചൊക്കെയാണ് ഇവന്മാർ എനിക്കിട്ട് തല്ലിയത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത് സുർജിത്ത് അയ്യപ്പത്താണ്. സുർജിത്ത്, എന്താണ് സംഭവിച്ചത്? ഋഷിന, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പുൽപ്പള്ളി പാക്കം കാരേരിക്കുന്ന് ആദിവാസി കോളനിയിലെ വിജയൻ കമലാക്ഷി ദമ്പതികളുടെ മകനാണ് ശരത്ത്. ഈ ശരത്തിനാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 8 മണിയോടെ പൂഴമൂല കോളനിയിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് കൂട്ടുകാർക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ ആനയുടെ മുന്നിൽപ്പെട്ടത്. കുട്ടിയെ ആന 2 തവണ തുമ്പി കൈകൊണ്ട് വലിച്ചെറിഞ്ഞു. ഓടി രക്ഷപ്പെട്ട സുഹൃത്തുക്കളാണ് ഇക്കാര്യം കോളനിയിലുള്ള മറ്റുള്ളവരെ അറിയിച്ചത്. വീട്ടുകാരും നാട്ടുകാരും നടത്തിയ തെരച്ചിലിലാണ് ശരത്തിനെ കണ്ടെത്തിയത്. പുൽപ്പള്ളി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിലായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശരത്ത് പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ കഴിഞ്ഞ ദിവസം ചേകാടിയിൽ സമാനമായ രീതിയിൽ തന്നെ കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. മേഖലയിൽ കാട്ടാനയുടെ ശല്യം തുടർച്ചയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പൽ നാവികസേന മോചിപ്പിച്ചു. 17 ജീവനക്കാരാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിൽ ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ സൊമാലിയൻ പൈറേറ്റ്സ് വളരെ കുപ്രസിദ്ധി നേടിയതാണ്. ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയ കപ്പലിൽ ഉള്ളവരെ മോചിപ്പിച്ചിരിക്കുന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്താനായി എന്നാണ് വിശ്വസിക്കാനാവുന്നത്. INS സുമിത്രയും ഈ ഒരു യജ്ഞത്തിൽ ഭാഗമായല്ലോ. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, വിജയകരമായിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു ദൗത്യം കൂടിയാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. ഈ കൊച്ചി തീരത്ത് നിന്നും ഏതാണ്ട് 700 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇറാനിയൻ്റെ മത്സ്യബന്ധന കപ്പൽ അത് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചുന്നതും അവരുടെ കൈക്കലാക്കുന്നതും അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു INS സുമിത്ര ഉൾപ്പെട്ട രക്ഷാദൗത്യം ഉണ്ടായത്. നീണ്ട നേരത്തെ രക്ഷാദൗത്യത്തിനൊടുവിലാണ് കപ്പൽ പൂർണ്ണമായി മോചിപ്പിക്കാൻ കഴിഞ്ഞത്. INS സുമിത്ര എന്ന നാവികസേനയുടെ യുദ്ധക്കപ്പലിന് പുറമെ ആ കപ്പലിലുള്ള ഹെലികോപ്റ്റർ അടക്കം ഈ കപ്പലിനെ വളഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു രക്ഷാദൗത്യം അതിൻ്റെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 17 പേരെയും രക്ഷിച്ചിട്ടുണ്ട്. കപ്പൽ പൂർണ്ണമായും ഈ കടൽക്കൊള്ളക്കാരെ അകറ്റി പൂർണ്ണമായും ഇപ്പോൾ മോചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ കപ്പൽ മോചിപ്പിച്ചുകൊണ്ട് തുടർന്നും യാത്രയ്ക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും നീണ്ട നേരത്തെ രക്ഷാദൗത്യമാണ് വിജയം കണ്ടത്. നേരത്തെ പല ആക്രമണങ്ങൾ ഈ ചെങ്കടലിലും അറബിക്കടലിലുമായി ഇതുപോലെ ഉണ്ടായിരുന്നു. അന്നും കൃത്യമായ നടപടികൾ നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പറഞ്ഞത് ഇത്തരം പ്രവണതകൾക്കെതിരെ കർശനമായ നടപടി നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത ഇറാനിയൻ്റെ മത്സ്യബന്ധന മത്സ്യബന്ധന കപ്പലിനെ ഇപ്പോൾ നാവികസേനയുടെ സംഘം മോചിപ്പിച്ചിരിക്കുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് അച്യുതനാണ് ഡൽഹിയിൽ നിന്ന്. ഇടുക്കി പൂപ്പാറയിൽ നിന്ന് പശ്ചിമബംഗാൾ സ്വദേശിയായ 16-കാരി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് കോടതി. ദേവികുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. 2022 കേസിന് ആസ്പദമായ സംഭവം. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി 2022 നടന്ന ദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണ, അതിക്രൂരമായ പീഡനത്തിനാണ് 15 വയസ്സുകാരി ഇരയായതെന്ന് അന്ന് തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ പെൺകുട്ടിയുടെ മൊഴിയും അത്തരത്തിലായിരുന്നു. ിനിപ്പുറം കേസിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ 4 പേരുണ്ടായിരുന്നു വിചാരണ നേരിട്ട്. അതിൽ 3 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പൂപ്പാറ സ്വദേശികളാണ്. അതിൽ ഒരാളെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു. 2 പേർ പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്. അവരുടെ വിചാരണ പുരോഗമിക്കുന്നു. മറ്റു 2 പേരുടെ വിചാരണയും പുരോഗമിക്കുന്നുണ്ട്. ആദ്യഘട്ട വിചാരണയാണ് പൂർത്തിയായത്. അതിൽ 3 പേർ കുറ്റക്കാരെന്ന് കണ്ടിരിക്കുന്നു. ഈ പെൺകുട്ടിയെ ഇവർ പൂപ്പാറയിലെ തേയിലത്തോട്ടത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. കൃത്യമായ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു. മതിയായ തെളിവുകളും ഉണ്ടായിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾക്ക് നിലവിൽ ശിക്ഷ വിധിച്ചിട്ടില്ല. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. നാളെ ഉച്ചയോടുകൂടിയായിരിക്കും ഇവർക്കുള്ള ശിക്ഷ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിക്കുക. ശരി, വിഷ്ണു സുരേഷാണ് ചേരുന്നത്. 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നാളെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്.
ഇഡി അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി ചേരുന്നത് മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന്. മനേഷ്, 17ാം തവണയാണ് ഇതിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടുന്നത്. എന്താണ് കോടതി പറഞ്ഞത്? കൃഷ്ണ, ജാമ്യാപേക്ഷകൾ തള്ളുകയാണ്. എപ്പോഴും കഴിഞ്ഞ 22-ാം തീയതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ റിമാൻഡ് കാലാവധി, ജുഡീഷ്യൽ കസ്റ്റഡിയുടെ കാലാവധി വീണ്ടും 31-ാം തീയതി വരെയാണ് നീട്ടിയിരിക്കുന്നത്. ഇ ഡി ആണെങ്കിൽ മറ്റൊരു ഹർജി കൂടി ഇന്നിപ്പോൾ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇഡിക്കെതിരായി സെന്തിൽ ബാലാജി നൽകിയ ഹർജികൾ തള്ളണമെന്നുള്ളതാണ്. അന്വേഷണ ഘട്ടമാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഹർജി പരിഗണിക്കരുത്, അത് തള്ളണമെന്നുള്ളൊരു ആവശ്യവും ഈ പറഞ്ഞ രീതിയിൽ ഇന്നിപ്പോൾ ഇ ഡി കോടതിയിൽ ആ രീതിയിലുള്ള ഒരു ഹർജി കൂടി സമർപ്പിച്ചിട്ടുണ്ട്. അതായത് അറസ്റ്റ് അനധികൃതമാണ്, അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊന്നും തന്നെ ഇ ഡി നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടായിരുന്നു ഒരു ഹർജി നൽകിയിരുന്നത് സെന്തിൽ ബാലാജി. ഈ ഹർജി തള്ളണം എന്നുള്ളതാണ് ഇ ഡിയുടെ ഇന്നത്തെ ഒരാവശ്യമായി കോടതിയിൽ വരികയും ചെയ്തിരിക്കുന്നത്. ശരി, ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മനേഷ് മൂർത്തി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്. കാലങ്ങളോളം നിൽക്കും.